ആൻഡ് വെൽക്കം ടു ആര്യാസ് കോപ്പ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വ്ളോഗ് അങ്ങ് എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. എന്റെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുറത്ത് പോകാൻ പോവാണ്. ഞാനും അമ്മയും അച്ഛനും ഉണ്ട്. അച്ഛൻ ഇപ്പൊ വീട്ടിലില്ല, അച്ഛൻ ജോയിൻ ചെയ്യും. അപ്പൊ ഞാൻ റെഡിയായി. ഞാൻ ഇന്നലെ ഒരു പുതിയ ലിപ്സ്റ്റിക്ക് മേടിച്ചു. ആ ലിപ്സ്റ്റിക്കാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. ഇത് ആക്ച്വലി ഒരു ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം റെഡും പിങ്കും ഒക്കെയാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ മറന്നുപോയി ഗൈസ് എല്ലാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആര്യാസ് കോപ്പൈൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. എൻ്റെ പേര് ആര്യ ദേവ് എന്നാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ജസ്റ്റ് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. നമ്മൾ ഏതാണ്ട് സ്ഥിരമായിട്ടല്ല എന്നാലും ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. കൂടുതലും ലോങ് വീഡിയോസ് ഇടൽ കുറവാണ്. പക്ഷേ ഇനി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ബാക്ക് ടു ലിപ്സ്റ്റിക് സ്റ്റോറി. അപ്പോൾ ഇതങ്ങനെ എനിക്കെപ്പോഴും റെഡും പിങ്കും ആണ് ഇഷ്ടം. പക്ഷേ ഇതൊരു ബ്രൗൺ ആണ്. അപ്പം ഞാൻ ബ്രൗണിലേക്ക് മടങ്ങി എനിക്കൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു? ഗിവ് മീ മോക്ക എന്നും പറഞ്ഞിട്ട്. ഏത് കമ്പനി ഞാൻ മറന്നുപോയി. പക്ഷെ അത് കുറച്ചുകൂടെ വളരെ ലൈറ്റാണ്. ഫേസ് അത്യാവശ്യം ബ്രൈറ്റനിങ് ആയിട്ടുള്ളത്. തീർന്നു. അപ്പം ഞാനിപ്പോൾ ഇത് മേടിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡാസ്ലറിൻ്റെയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പം പുറത്തോട്ട് പോവാണ്. നമ്മൾ പോകാൻ പോകുന്നത് മാക്സിലാണ്. എൻ്റെ വീട്ടുകാർക്ക് എനിക്കൊരു ഡ്രസ്സ് മേടിച്ച് തന്നേ പറ്റത്തുള്ളൂ. ലിപ്സ്റ്റിക് കാണിച്ചു തരാം. ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. ഡാസ്ലർ എറ്റേന BARN റെഡ് ബാൺ എന്നാണോ വായിക്കുന്നത്? BARN 115 ആണ്. BARN റെഡ് ബാൺ ആയിരിക്കും. എനിക്കറിയത്തില്ല പ്രൊണൗൺസ് ചെയ്ത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ്, നല്ല ഷെയ്ഡാണ്. ഇതിൽ കാണുന്ന ഷെയ്ഡല്ല, കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണ്. ഇത് ലൈറ്റായിട്ട് ഇവിടെ ആയിരിക്കും. നമുക്ക് പിന്നെ ആ പരിപാടി ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ റെഡിയായി. ഞാൻ മുടി ജസ്റ്റ് ഉച്ചിയിൽ ഇങ്ങനെ കെട്ടി അങ്ങനെ വെക്കത്തേ ഉള്ളൂ. കാരണം മുടിയൊക്കെ അതേ കണ്ടില്ലേ, ഫുള്ള് വളർന്ന് ഇങ്ങനെ ചുരുണ്ട് വൃത്തികേടായി. അപ്പം ഞാനിപ്പോൾ ഉടനെ സ്മൂത്തനിങ് ചെയ്യുന്നില്ല. റൂട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന 6 മാസം കൂടുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ചെറിയൊരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാണിയമ്മയെ പോലെ ഇരിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ ഫേസിലൊക്കെ ഇങ്ങനെ കുറേ കണ്ടില്ല, ഇങ്ങനെ പിമ്പിൾസ്, ഇങ്ങനെ പാടുകളൊക്കെ വരുന്നുണ്ട്. പ്രായം കൂടുന്നതിൻ്റെ ആയിരിക്കും കൈസ്, അറിയത്തുള്ള. പക്ഷെ അതൊന്നും നമ്മളങ്ങനെ വലിയ കെയറൊന്നും കൊടുക്കുന്നില്ല. അതവിടെ കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിവേ അപ്പം ഞാൻ റെഡിയായി. അമ്മ ഇപ്പം റെഡിയാവും, നമ്മൾ ഇറങ്ങും. അച്ഛൻ പുറത്ത് എവിടെയോ പോയി. അപ്പം മേ ബി അച്ഛൻ അവിടെ വന്ന് ജോയിൻ ചെയ്യുമായിരിക്കാം. അപ്പോൾ എനിക്ക് കൈ വേദന എടുക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും പതുക്കെ ഇറങ്ങാം. നമ്മളിവിടെ QRS മോളിൻ്റെ അവിടെ എത്തി. അമ്മ ഉണ്ട് കൂടെ. അമ്മ എവിടെ പോവാ? അമ്മ QRS മോൾ. എന്തിനാ QRS മോളിൽ പോകുന്നത്? അമ്മയ്ക്ക് നാളെ വന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് മാക്സിൽ പോയി നല്ല കളക്ഷനൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നല്ല വെയിലാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡ്രസ്സ് എടുത്തിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് കിട്ടി. നല്ല ഓഫർ ഉണ്ടായിരുന്നു. കിട്ടില്ല കളക്ഷൻ ഉണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളിനി പോത്തീസിൽ പോകാൻ പോവാണ്. എന്ത് മേടിക്കണം പോത്തീസിൽ പോകുന്നതെന്ന് അറിയോ? എന്ത് മേടിക്കണം അമ്മ? എൻ്റെ നെറ്റിയിൽ നിന്ന് പൊട്ട് മേടിക്കാൻ. ഞാൻ ചെറിയൊരു സൈക്കാണ് ഗൈസ്. എനിക്ക് പൊട്ടില്ലാതെ പറ്റത്തില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ പനി പിടിച്ച പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി പോത്തീസിൽ പോയി പൊട്ട് മേടിക്കാൻ വിചാരിച്ചത്. ആദ്യം തന്നെ പൊട്ട് മേടിച്ചു. പിന്നെ പോത്തീസിൻ്റെ പുറത്ത് കുറേ ഹിന്ദിക്കാർ ചേട്ടന്മാരുണ്ടല്ലോ, അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു കമ്മലും മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അതിൻ്റെ പുറത്ത് പോകണല്ലോ. പിന്നെ അകത്ത് കയറിയത് എല്ലാം കൂടെ വായി നോക്കി വരാൻ വിചാരിച്ചു.
എനിക്ക് എത്ര ജ്വല്ലറി ഇട്ടാലും എനിക്ക് മതിയാവത്തേ ഇല്ല. എൻ്റെ കല്യാണത്തിൻ്റെ ജ്വല്ലറിയൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയും, ഒന്നും കൂടെ അതുപോലെ ഒരുങ്ങാൻ തോന്നും, ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ തോന്നും എന്നൊക്കെ പറയും. അത്രയും എനിക്കിഷ്ടമാണ് ഓർണമെൻറ്റ്സ്. അപ്പോൾ ഞാൻ ഇവിടെ കയറി കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി കൊതി തീർക്കും. അത് വേറൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ ഒരുപാട് മേടിച്ച് കൊടുത്തൊന്നുമില്ല. നേരത്തെ വെച്ച ആ ഒരു ഓർണമെൻറ്റ് എനിക്ക് തോന്നുന്നു 7,000 റുപ്പീസാണ്. പക്ഷേ എൻ്റെ കൊതി തീർന്നു. അതിനുശേഷം ഞങ്ങളിത് സ്റ്റുഡിയോയിൽ വന്നു. കുറേ ക്യൂട്ടായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. ഈ ഒരു നെയിൽ പോളിഷ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ല. പക്ഷേ വേറെ 2-3 സാധനങ്ങൾ എടുത്തു. എന്തൊക്കെയാണ് ഫുള്ളും പർച്ചേസ് ചെയ്തതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ വാച്ച് ചെയ്താൽ മതി. അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് റാപ്പിഡോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ പ്രയു ഉണ്ട്. പ്രയു കമോൺ, ഞങ്ങളുടെ നെയ്ബറാണ് പ്രയു, അപ്പുറത്തെ വീട്ടിലെ ആളാണ്. അവൻ അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങള് എൻ്റെ മോനാണ് നമ്മ. ഓക്കെ, എനിവേ ഞങ്ങൾ ഇവിടെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞില്ലേ ഞാനും അച്ഛനും അമ്മയും കൂടെ പോകുന്നതെന്ന്. അല്ല ഗൈസ്, ഞാനും അമ്മയും മാത്രമാണ് അവസാനം പോയത്. അച്ഛന് വേറെ എന്തോ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നൈസായിട്ട് പോയി. അപ്പൊ അങ്ങനെ നമ്മളപ്പോ തിരിച്ചെത്തി. ഞാൻ മേടിച്ച സാധനങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ദൂരം കുറയുന്നതോ പേസത്തോണുതേ, പേസ പേസത്താൻ இன்னும் பிடிக்குது, பிடிக்குமென்றுதான் நடிக்க தோணுது, நடிக்கும் போதிலே சிரிப்பு வந்தது, உன்னை நினைச்சதோ മനസ്സ് മയങ്ങുതേ, മനസ്സ് മയങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മൾ പോത്തീസിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. പൊട്ടില്ലാഞ്ഞിട്ട് ആദ്യമേ കയറി പൊട്ട് മേടിച്ചിട്ട് 3.5-ന്റെ 4 ആണ് ഞാൻ ആക്ച്വലി വെച്ചേക്കുന്നത്. കുറച്ച് വലുതാണ്, ഇതിന്റെ ആവശ്യമില്ല. അയ്യോ, കൈ താഴ്പ്പി. ഓക്കെ, അപ്പൊ 3.5 ഇതാണ്. ആൻഡ് ദിസ് ഇസ് 4 ആണ് കുറച്ചുകൂടെ നല്ലത് നെറ്റിയിൽ വെക്കാൻ. ഓക്കെ, അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഡാസ്ലറിന്റെ 200 ഉള്ളൂ. ഓൺലൈനിലൊക്കെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 179 ആ ഒരു റേറ്റിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു എവരിഡേ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. സ്വീറ്റ് പിക്സി എന്നാണെന്ന് തോന്നുന്നത്. എനിവേ നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഞാൻ ഇട്ടില്ല, അമ്മയുടെ ചുണ്ടിലിട്ടിരുന്ന ആ ഒരു ഷെയ്ഡാണ് ഇത്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചത്. ഏതാണ്ട് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരും ഈ ഒരു ഷെയ്ഡ്. നമുക്ക് പിന്നെ ഇടാം. ഓക്കെ, അടുത്തത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ഈയിടെ കുറച്ച് സാരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചിനാണ് മേടിച്ചത്. ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ സാരി ഉണ്ട്. അപ്പോൾ അതിന് മാച്ചിന് ഈ ഒരു ബ്ലൂ കമ്മൽ. ഇത് ഏത് സാരിയുടെ കൂടെ വേണോ, കുറച്ച് ഗോൾഡ് വർക്കൊക്കെ വരുന്ന ഏത് സാരിയുടെ കൂടെ പോകുന്ന ഒരു കമ്മലാണ്. പിന്നെ അടുത്തത് ഇതെല്ലാം 40 റുപ്പീസ് 30 റുപ്പീസ് അങ്ങനെയാണ്. ഇതൊരു വൈറ്റ്, ഞാനൊരു 2 സാരി പിങ്ക് ആൻഡ് വൈറ്റും പീച്ച് ആൻഡ് വൈറ്റും എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കമ്മൽ. ഇതും 40 റുപ്പീസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്തോ ഇരുന്ന് താഴെപ്പോയി നോക്കട്ടെ. യെസ്, ഈ കമ്മല് 20 or 30 ആണെന്ന് തോന്നുന്നു കേട്ടോ. 20 രൂപയുടെ നല്ല ക്യൂട്ടല്ലേ കാണാൻ. അടുത്ത ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ ഞാൻ ഈ ഒരു സാധനം മേടിച്ചു. സ്നീക്കർ വൈബ്സ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഇരിക്കുന്ന ഷൂ എല്ലാം വൈറ്റ് കളർ ഷൂ ആണ്. അപ്പം ഞാൻ ഇന്നിട്ട ഷൂവും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അത് ആക്ച്വലി സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചത്. മോന് വന്നപ്പോൾ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവൻ എനിക്ക് മേടിച്ചു തന്നു. അപ്പം അതിൽ ലേശം കുറച്ച് അഴുക്കുണ്ട്. അപ്പം ഞാൻ ഈ സ്നീക്കർ വൈബ്സ് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചിട്ട് മേടിച്ചത്. നമുക്ക് നോക്കാം അത് പൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു 29 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ കേസ് ഇതായിരുന്നു ഞാൻ ആ ദിവസം ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന സ്നീക്കേഴ്സ്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റബ്ബ് ചെയ്ത് നോക്കി. സത്യം പറയാലോ ഞെട്ടിപ്പോയി. അടിപൊളി സാധനം വെച്ചാൽ അടിപൊളി സാധനം. ലേശം ഉണ്ടായിരുന്ന അഴുക്കുകൾ ഫുള്ളും പോയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 29 റുപ്പീസിന് ഇത് മേടിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ കംപ്ലീറ്റ്ലി വൈറ്റ് ആയിട്ടുണ്ട്. ഒരു പൊടി പോലും, ഒരു ചെളി അഴുക്ക് പോലും ഇല്ല ഗൈസ്. പുഴയുടെ തീരത്ത് ഇത് ഇടയ്ക്ക് അമ്മ മാർജിൻ ഫ്രീയിൽ കയറിയിട്ട് വാൾനട്ട് മേടിച്ചായിരുന്നു. വാൾനട്ടാണിത്. ഇത് കപ്പലണ്ടി, പച്ച കപ്പലണ്ടി.
ബ്ലാക്ക് കളർ നെയിൽ പോളിഷാണ് സുഡിയോടെ. ഞാൻ സുഡിയോടെ സ്ഥിരം ഇടുന്ന ഈ ഒരു നെയിൽ പോളിഷ്, കാലിലൊക്കെ ഇടുന്ന ഈ ഒരു നെയിൽ പോളിഷാണ്. അത് ഫുള്ള് പോയെൻ്റെ ഇതുമാതിരി വൃത്തികേടായി, കാലുമൊക്കെ വൃത്തികേടായിട്ടിരിക്കുക. അപ്പോൾ ആ നെയിൽ പോളിഷ് മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സുഡിയോയിൽ പോയത്. പക്ഷെ ആ ഒരു കളർ ഒഴിച്ച് ബാക്കി എല്ലാ കളറും ഉണ്ടായിരുന്നു. അവിടെ തൽക്കാലം ഞാനൊരു ബ്ലാക്ക് എടുത്തു. യെസ്, ഇതാണ് അടുത്ത കമ്മൽ. ഇതൊരു റോസ് ഗോൾഡ് ആണെന്ന് തോന്നുന്നു. ഇതും ഒരുവിധം സാരി, ചുരിദാർ എല്ലാത്തിൻ്റെയും കൂടെ പോകും. ജീൻസിൻ്റെ ടോപ്പ് ആണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ പോകും. ഇത് ജസ്റ്റ് 40 റുപ്പീസ്, 40 രൂപയാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഞാൻ മേടിച്ച ഡ്രസ്സ് ഇങ്ങനെ കാണിച്ചെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവും തോന്നുന്നില്ല. ഞാൻ വേണമെങ്കിൽ സൈഡിൽ 2 ഫോട്ടോ കൊടുക്കാം. അതെ, ഈ മെറ്റീരിയലാണ് ഫുള്ള്. നല്ല രസമുണ്ട്. ഇത് XL ആണെന്ന് തോന്നുന്നു സൈസ്. അപ്പം ഇതൊരു ബെൽറ്റ് ഉണ്ട്, ഒരു വേസ്റ്റ് ബെൽറ്റ് ഞാൻ ഇടത്തില്ല മിക്കവാറും. എൻ്റെ ഒരു ബോഡി ടൈപ്പിന് ബെൽറ്റ് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1500 രൂപ, 1499, 500 രൂപ മാക്സ് എന്ന്. ഇത് 1300 രൂപയാണ്. ഇതെല്ലാം കൂടെ അറൗണ്ട് ഒരു 3000 വരും. പക്ഷേ നമുക്ക് ബർത്ത്ഡേ മന്ത് ആയതുകൊണ്ട് ഒരു 10% ഓഫർ ഉണ്ടായിരുന്നു. അതൊരു വലിയ ഓഫറൊന്നും അല്ല, 10% എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഓഫർ അല്ലേ. പിന്നെ മോന് പോകുന്നതിന് മുന്നേ അവൻ എനിക്ക് മറ്റേ എന്താണ് എലൈറ്റ് മെമ്പർഷിപ്പ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എലൈറ്റ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് എന്തെങ്കിലും കൂടെ ഓഫർ കാണും. ഇത്തവണ ചെന്നപ്പോഴത്തേക്കും എന്താ വലിയൊരു ഓഫർ ഉണ്ടായിരുന്നു. അത് എല്ലാ തവണയും കിട്ടണമെന്നില്ല എന്നൊരു പറഞ്ഞു. അപ്പോൾ ആ ഓഫറും ഈ ഓഫറും കൂടെ റെഡീം ചെയ്തിട്ട് 3000 രൂപ, അതായത് 2998 അങ്ങനെ അങ്ങോട്ട് വരും. ആ പൈസക്കുള്ള സാധനം നമുക്ക് 2300 സംതിങ്ങിന് കിട്ടി, വിച്ച് ഇസ് എ ബിഗ് ഡീൽ. അങ്ങനെ നമ്മളിത് രണ്ടും എടുത്തു ഗൈസ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്ന് കിടക്കാൻ പോവാം. 6 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് എടുക്കാൻ വ്ളോഗ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം തന്നെ അത് നല്ല ലെങ്ത് ആയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളെ ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല. ഞാനൊന്ന് പോയി കിടന്നുറങ്ങാൻ പോവാ. പിന്നെ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ജസ്റ്റ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിനി പിന്നെയും കാണാം. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.